നമുക്ക് ലോസ് ആഞ്ചലസിന്റെ അടുത്ത് റിവെഞ്ച് എടുക്കണം. പിള്ളേരെ, നിങ്ങളെല്ലാരും തയ്യാറാണോ? നമുക്ക് ഈ ലോസ് ആഞ്ചലസ് തകർക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെനോവോ വൈനർ. ഇന്ന് നമ്മൾ ഫ്രാങ്ക്ലിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം ഇപ്പോൾ രാത്രിയാണ്. ഫ്രാങ്ക്ലിന് കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ പരിപാടി. ചോപ്പ് എവിടെ? ചോപ്പേ ഗൈസ്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. നാളെ രാവിലെ എണീക്കണം. നമ്മൾ ഷിൻചാനും ബിൻചാനും നാളെയാണ് നാട്ടിൽ നിന്ന് വരണത്. അതുകൊണ്ടും നമുക്ക് അവർക്ക് വേണ്ടി ഒരു കാറൊക്കെ വാങ്ങിച്ച് കൊടുക്കണം. നമുക്കെന്തായാലും ഇപ്പോൾ ഉറങ്ങാം. ചോപ്പിനെ കാണാനില്ലല്ലോ. ചോപ്പേ, എടാ ചോപ്പേ. ചോപ്പ് വന്നിട്ടുണ്ട്. ചോപ്പ് വാ, കിടന്നുറങ്ങാം. ഇപ്പം ഷിൻച ഇല്ലാത്തത് ചോപ്പിനെ കയറ്റും ബെഡിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ രാവിലെ കാണാം. ചോപ്പ് ഉറക്കമായ നമുക്ക് ഉറങ്ങാം. നാളെ രാവിലെ കാണാം. അപ്പോഴത്തേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചോ. ലൈക്ക് ടാർഗറ്റ് 50 ഓക്കെ ഗൈസ്. പിറ്റേ ദിവസമായിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ് ഇന്ന്. നമുക്ക് പിൻചാനും ഷിൻചാനും വേണ്ടി ഒരു കാർ വാങ്ങിക്കാൻ പോകണം. അതിന് നമുക്ക് സിമിയോൻ്റെ അടുത്ത് തന്നെ പോവാം. ചോപ്പിനെയും കൂടി കൂട്ടാം. ഇപ്പം പിൻചാനും ഷിൻചാനും ഇല്ലല്ലോ. അപ്പോൾ ഗൈസ്, നമുക്കൊരു നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ എടുത്തിടാം. പിന്നെ കുളിച്ചെന്ന് അറിയിക്കാൻ വേണ്ടി വെറുതെ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ചാടാം ഗൈസ്. അപ്പോൾ നമുക്ക് പോയിട്ട് കോട്ടും സ്യൂട്ടും ഒക്കെ എടുത്തിടാം, എന്നിട്ട് സിമിയോൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചോപ്പയുടെ വാടാ ബാ, നമുക്ക് കാർ വാങ്ങിക്കാൻ വേണ്ടി പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ സിമിയോൻ്റെ കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ്. നമുക്കങ്ങോട്ട് പോയി നോക്കാം എന്താണെന്ന് ഗൈസ്. ഇതെന്തോ ഏലിയൻ സ്പേസ്ഷിപ്പ് ആണെന്ന് തോന്നണേ ഗൈസ്. ഇത് സ്പേസ്ഷിപ്പ് തന്നെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ പുറത്ത് കയറി നോക്കാം. എന്ത് സംഭവിക്കും എന്ന് അറിയണമല്ലോ. എന്തായാലും കയറി നോക്കാം. ഓക്കെ ഗൈസ്, അതിൻ്റെ പുറത്ത് കയറിയപ്പോൾ പറന്ന് വന്ന് താഴെ വീണു. ഹെൽത്ത് ജസ്റ്റ് മിസ്സായിരുന്നു. ഓ ഗൈസ്, ചോപ്പ് ദാ വന്ന് വീണു ഗൈസ്. ഇതെന്താ സംഭവിച്ചെന്താ? ചോപ്പ് കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ. വാടാ ചോപ്പ, നമുക്കിവിടെ നിന്ന് പോവാ, ഇല്ലെങ്കിൽ പണിയാവും. ചേട്ടാ, ഇതെന്താ ഇവിടെ ഹെലികോപ്റ്ററൊക്കെ? എടാ, അത് സൈറൺ ഹെഡ് എന്ന് പറയുന്ന ഒരു ജീവി ഇറങ്ങിയിട്ടുണ്ടോ? ചേട്ടന്മാരത് പേടിച്ചോടി. ഇതെന്താ സംഭവം? എന്താ ഇവ എന്തിനെ ഇടിക്കാൻ വരണ? പിടിച്ചോ കളിക്കാൻ നിൽക്കണം ഗൈസ്. എന്നാലും സൈറൺ ഹെഡ് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ ഗൈസ്. ഇതെന്താ? ഇത് സൈറൺ ഹെഡ് അല്ലേ? പീസായി കിടക്കണ സൈറൺ ഹെഡ് ഗൈസ്. ഇതൊരു ചെറിയ സൈറൺ ഹെഡാണ്. എന്താ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. എടാ, നീ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടാ. കണ്ടിട്ട് പോലും ഇല്ല. അവിടെ കട. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ സൈറൺ ഹെഡിനെ എടുത്തോണ്ട് വീട്ടിൽ പോവാം. അതേ ഉള്ളു വഴി. ഇല്ലെങ്കിൽ നമ്മൾ ലോസ് ആൻഡോസിനെ തന്നെ ഇത് തകർക്കും. ഒരു കാർ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, സൈറൺ ഹെഡിനെ കാറിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. എന്തോ ഒരു സൗണ്ട് കേൾക്കണുണ്ടല്ലോ. അത് എന്തിൻ്റെതാ? ഓ ഗൈസ്, വേറൊരു സൈറൺ ഹെഡ് അല്ലേ അത് ഗൈസ്? വേറൊരു സൈറൺ ഹെഡ് നമ്മളെ പിന്തുടരാണ്. എന്തോ ഓ ചേട്ടാ, അർജന്റായിട്ട് പോണതാണ്. ഇങ്ങനെ ഇടിക്കാൻ നിങ്ങൾ ദോ വരണത്. ഇതെന്തേരി ചുള്ളിക്കാൻ പോടാണത്. പെട്ടെന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം ഗൈസ്. ഇതെന്താ ഈ വണ്ടിക്ക് സ്പീഡും ഇല്ല ഉന്തോ. പെട്ടെന്ന് പോ. അമ്മ, അതാ പെട്ടെന്ന് പോട്ടെ ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സൈറൺ ഹെഡിനെ എടുത്ത് അകത്ത് കിടത്താം ഗൈസ്. അകത്ത് കിടത്തി ഇനി എന്ത് ചെയ്യും? പാർട്ട് 2 കമ്മിങ് സൂൺ.